ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അരിപ്പൊടിയും നേന്ത്രപ്പഴവും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ആദ്യമേ ഒരു ശർക്കരപ്പാനി തയ്യാറാക്കാൻ 2 അച്ച് ശർക്കരയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പഴം ഒന്ന് കട്ട് ചെയ്ത സമയം കൊണ്ട് നമ്മുടെ ശർക്കര എല്ലാം അലിഞ്ഞ് ഒന്ന് ശർക്കര പാനിയെ വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ ഒന്ന് അലിഞ്ഞ് തിളച്ച് കിട്ടിയാൽ മതി. ഇനി തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നല്ല വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ആ വെള്ളത്തിലൊന്ന് വാട്ടി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ഒന്ന് നല്ല പോലെ വാട്ടി ആ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവരുന്ന പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അത് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവരുന്ന പരുവായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സായി നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മാവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അടച്ചു തന്നെ വെക്കണം. ഇനി ഒരു പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ടൊരു 5-6 കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. കാഷ്നട്ട് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് പാനിൽ നിന്നും മാറ്റാവുന്നതാണ്. ഇപ്പം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാ പഴവും ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഷേപ്പിൽ അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും പഴം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇപ്പം ഞാൻ മുഴുവൻ പഴവും ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും, പൊട്ടിയൊന്നും പോകത്തില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചുവിട്ട് നമുക്ക് പഴം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴം നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ പഴം വാട്ടിയെടുത്ത സമയം കൊണ്ട് നമ്മുടെ മാവ് ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ സോഫ്റ്റായി കുഴയ്ക്കുന്നല്ല, എല്ലാം കൂടി ഒന്നിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒരു ബോളാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ് കേട്ടോ ഇത്. ഇനി ഇത് നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ കയ്യിലിട്ടൊന്ന് നല്ല പോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം വിരൽ വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്ത് ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കിഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെറുതെ ബോൾസാക്കി ഉണ്ടാക്കിയെടുത്താലും മതിയാകും. ഞാനിപ്പം ബോൾസാക്കിയാണ് മുഴുവനും ഉണ്ടാക്കിയെടുത്തത്. ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ കാണാനും കുറച്ച് ഭംഗിയായിരിക്കും. പക്ഷേ ബോൾസായിട്ട് കഴിക്കുമ്പോൾ അതിനും ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്. ഇപ്പം ഞാൻ ഒരു 2-3 എണ്ണമാണ് ആ ഷേപ്പിൽ ഉണ്ടാക്കിയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ബോൾസായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇവിടെ ഞാൻ ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തത്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്താൽ മതിയാകും. ഒത്തിരി അരിപ്പൊടി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഒരു പാനിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് തേങ്ങാപ്പാലാണ്. 2.25 കപ്പോളം വരും, അത്രയുമേ ഉള്ളൂ. അത്രയും തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഒരു 2.5 കപ്പ് തേങ്ങയിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിഡ് ജാറിലടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. ഒറ്റയടിക്ക് 2 കപ്പ് വെള്ളം ചേർത്തൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ചൂടായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് ചേർത്ത് കൊടുക്കാം. ബോൾസ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് ഇളക്കി മിക്സ് ചെയ്യരുത്. അപ്പോൾ കലങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് സമയം നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നതായിരിക്കും. ഇനി ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോൾസ് എല്ലാം ഒട്ടും പൊട്ടിപ്പോകാതെ നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതൊരു 2-3 മിനിറ്റ് സമയം ആ തേങ്ങാപ്പാലിലിട്ട് നമുക്കൊന്ന് വേവിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒന്നും കൂടി ഒന്ന് കുറുകി അതിലോട്ടൊക്കെ ഒന്ന് പിടിച്ചു വരും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനത് അരിച്ചു വെച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് ഇനി ഒരു 3-4 മിനിറ്റ് സമയം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വരത്തുള്ളൂ, കാരണം തേങ്ങാപ്പാലായതുകൊണ്ട് ഒത്തിരി അങ്ങ് കുറുകി വരത്തില്ല. തണുത്ത് കഴിയുമ്പോഴാണ് അത് കൂടുതലായിട്ട് കുറുകി വരുന്നത്. ഇതുപോലെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര അങ്ങ് കുറുകി വരത്തില്ല. ഇതാ ഇപ്പം നല്ല പോലെ തിളച്ചൊരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും എല്ലാം നമ്മളുണ്ടാക്കിയ ബോൾസിലോട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രം ചേർത്താൽ മതിയാകും ഈ ഒരു അളവിലോട്ട്. നിങ്ങൾ കൂടുതലായിട്ട് അരിപ്പൊടി ചേർത്ത് ഇതുപോലെ കലക്കി ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിച്ചാൽ നമുക്ക് നല്ല കുറുകലി കിട്ടുന്നതായിരിക്കും. ഇനി തേങ്ങാപ്പാൽ ഒത്തിരി കനം കുറച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രം കലക്കി ഒഴിക്കുകയേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് തേങ്ങാപ്പാലും അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് തണുക്കുമ്പോൾ നല്ലപോലെ കുറുകി വരും. അപ്പോൾ ചെറിയൊരു ലൂസായ പരുവത്തിൽ വേണം നമ്മൾ തീ ഓഫ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം, നമ്മൾ വഴറ്റി വെച്ച പഴം ഉണ്ടല്ലോ, ആ പഴം കൂടി ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഴം കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അരിപ്പൊടി ചേർത്ത് അധിക സമയം ആവണ്ട. ആ അരിപ്പൊടി ഒന്ന് ചെറുതായിട്ട് തിളച്ചൊന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം മതിയാകും നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ പഴത്തിൻ്റെ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും കൂടി ചേർത്ത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചൂടോടെയാണ് ഞാനൊരു സെർവിങ് ബൗളിലോട്ട് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷവും നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിൽ കാഷ്നട്ടിനും കിസ്മിസിനും പകരം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വറുത്തും ഇടാവുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടായിട്ടോ പലഹാരമായിട്ടോ ചായയ്ക്ക് പകരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്